പല സിറ്റുവേഷൻസിൽ നമ്മുടെ റിഗാർഡ്സ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടാണ്. ചില സമയത്ത് ആരെങ്കിലും കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റു ചില സമയത്ത് ആരോടെങ്കിലും താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പക്ഷെ ആരും ശ്രദ്ധിക്കാത്തതായിട്ടുള്ളതും ഒരു ഭാഗമുണ്ട്, കണ്ടോളൻസസ് കൺവേ ചെയ്യാനായിട്ട്. കണ്ടോളൻസസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പം ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. കണ്ടോളൻസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിമ്പതി കൺവേ ചെയ്യാന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ മരിച്ചു പോയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ അവരോട് എന്ത് പറയും? കഷ്ടമായിപ്പോയി, വളരെ സങ്കടമുണ്ട്, പെട്ടെന്ന് മരിച്ചുപോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ നിങ്ങളുടെ കണ്ടോളൻസസ് കൺവേ ചെയ്യാമെന്നാണ്. സോ വെൽക്കം ടു യെറ്റ് അനദർ ഇൻഫോർമേറ്റീവ് സെഷൻ ഫ്രം ഇംഗ്ലീഷ് മിത്ര ബൈ രേവതി കൃഷ്ണൻ. നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫ്രേസാണ് മൈ ഡീപ്പസ്റ്റ് സിമ്പതീസ്. മൈ ഡീപ്പസ്റ്റ് സിമ്പതീസ്. അപ്പോൾ ഈ ഫ്രേസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഗാധമായിട്ടുള്ള സഹതാപം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൺവേ ചെയ്യാണ്. അതായത് എന്താണോ മോശമായിട്ട് സംഭവിച്ചത്, ആരെങ്കിലും മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശമായിട്ടൊരു കാര്യം അവർക്ക് നടന്നിട്ടുണ്ടാവാം, അതിൽ നമ്മൾ അഗാധമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സഹതപിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈ ഡീപ്പസ്റ്റ് സിമ്പതീസ് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫ്രേസാണ് ഐ എം സോ സോറി ഫോർ യുവർ ലോസ്. ഐ എം സോ സോറി ഫോർ യുവർ ലോസ്. ഐ എം സോ സോറി ഫോർ യുവർ ലോസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത്, ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആകാം, ചിലപ്പോൾ ഒരു റിലേറ്റീവ് ആകാം, അല്ലെങ്കിൽ ചിലപ്പം പ്രോപ്പർട്ടി ആവാം, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്താണോ നഷ്ടപ്പെട്ടത് അതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ എം സോ സോറി ഫോർ യുവർ ലോസ് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്ന ഫ്രേസാണ് പ്ലീസ് ആക്സെപ്റ്റ് മൈ ഡീപ്പസ്റ്റ് ആൻഡ് ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. പ്ലീസ് ആക്സെപ്റ്റ് മൈ ഡീപ്പസ്റ്റ് ആൻഡ് ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. ഈ ഒരു ഫ്രേസ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പോയി പറയില്ല. നമ്മൾ കുറച്ച് ഫോമലായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണിത്. അതായത് ചിലപ്പോൾ നമ്മളുടെ ഒരു സീനിയറിൻ്റെ അടുത്ത് പോയി നമ്മൾ കണ്ടോളൻസസ് അറിയിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഫോമലായിട്ട് നിങ്ങൾക്ക് ബന്ധമുള്ള ആരുടെങ്കിലും അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടോളൻസസ് കൺവേ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ആ നെക്സ്റ്റ് ഫ്രേസ് ഇസ് ഐ എം വെരി സാഡൻ ടു ഹിയർ ഓഫ് യുവർ ലോസ്. ഐ എം വെരി സാഡൻ ടു ഹിയർ ഓഫ് യുവർ ലോസ്. ഈ ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരാളുടെ നഷ്ടത്തിനെ കുറിച്ച് അറിഞ്ഞു, അത് അറിഞ്ഞതിൽ നമുക്ക് വളരെയധികം സങ്കടമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ ഇൻഫോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് അല്ല, വളരെ ഫോർമൽ ആയിട്ടുള്ള ഒക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്തൊന്നും നമ്മൾ ഇങ്ങനെ പോയി കണ്ടോളൻസസ് അറിയിക്കാറില്ല. നമ്മൾ കുറച്ച് അറിയാവുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു പരിചയം മാത്രം ഉള്ള ഒരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഐ എം വെരി സാഡൻ ടു ഹിയർ ഓഫ് യുവർ ലോസ്. ദ നെക്സ്റ്റ് ഫ്രേസ് ഇസ് മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു യു ഇൻ യുവർ ടൈം ഓഫ് സോറോ. മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു യു ഇൻ യുവർ ടൈം ഓഫ് സോറോ. ഇത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്താണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാളെ നഷ്ടപ്പെടുമ്പോൾ, അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരുടെ കൂടെ നമ്മളുണ്ട്, നമ്മളുടെ ഹൃദയം അവർക്ക് വേണ്ടിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് നമ്മൾ ഈ ഒരു കണ്ടോളൻസസിൻ്റെ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു യു in your time of sorrow. The next phrase that I am going to list out is know that you are in my thoughts and prayers. Know that you are in my thoughts and prayers. ഇതും just like the one before നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്താണ് യൂസ് ചെയ്യുന്നത്. അതായത് അവർ നമ്മുടെ ചിന്തയിലും പ്രാർത്ഥനയിലും ഉണ്ട് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അവരുടെ കൂടെ ഉണ്ട്, ഫിസിക്കലി ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടോളൻസിൻ്റെ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. Know that you are in my thoughts and prayers. So the next phrase that we are going to look into is please remember that you are not alone. I am always here for you. ഇത് വളരെ സോൾഫുൾ ആയിട്ടുള്ള, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. അതായത് ഇതൊക്കെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ അറിയിക്കുകയാണ്, പ്ലീസ് റിമെമ്പർ ദാറ്റ് യു ആർ നോട്ട് അലോൺ. നീ ഒറ്റയ്ക്കല്ലെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഐ എം ഓൾവേസ് ഹിയർ ഫോർ യു. നിനക്ക് വേണ്ടി എന്ത് സപ്പോർട്ടിനും ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫ്രേസ്. നമ്മൾ വെറുതെ ഒരു കണ്ടോളൻസിൻ്റെ ഫ്രേസ് പറയല്ലേ, ഇവിടെ നമ്മൾ ഒരു കാര്യം
സ്പെസിഫിക് ആയിട്ട് കൺവേ ചെയ്യാണ്. അപ്പം ഇത് വളരെ ക്ലോസ് ഫ്രണ്ട്സിനും വളരെ ക്ലോസ് റിലേറ്റീവ്സിനും വേണ്ടിയിട്ടുള്ള ഒരു കണ്ടോളൻസസിൻ്റെ ഫ്രേസാണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ് യു ആർ നോട്ട് അലോൺ. I am always here for you. So the last phrase for the day is, no words can describe how sorry I am for your loss. No words can describe how sorry I am for your loss. ഈ ഫ്രേസ് കൊണ്ട് നമ്മൾ എന്താ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കണം, അല്ലെങ്കിൽ എത്രമാത്രം അത് നമ്മളെ അഫക്റ്റ് ചെയ്തു എന്ന് ഒന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ വാക്കുകൾ കിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യേണ്ടത്. നോ വേർഡ്സ് ക്യാൻ ഡിസ്ക്രൈബ് ഹൗ സോറി ഐ ആം ഫോർ യുവർ ലോസ്. വാക്കുകൾ കൊണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ സാധിക്കില്ല നിനക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് എത്രമാത്രം വിഷമമുണ്ട്. അപ്പം ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ഫ്രേസ് കൊണ്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. നോ വേർഡ്സ് ക്യാൻ ഡിസ്ക്രൈബ് ഹൗ സോറി ഐ ആം ഫോർ യുവർ ലോസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടോളൻസസ്, അതായത് സിമ്പതീസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ്. ഇത് അതിന് വേണ്ടി മാത്രം റിസർവ്ഡ് ആണ്. വേറെ സിറ്റുവേഷൻസിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സിമ്പതീസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പം ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ്.